നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ ചാലിയക്കരയിൽ പന്നിയുടെ ആക്രമണത്തിൽ മരിച്ച രഘുനാഥൻ പിള്ളയുടെ കുടുംബത്തിന് ആദ്യഘട്ട സഹായം കൈമാറി. 5 ലക്ഷം രൂപയാണ് ആദ്യഘട്ട സഹായമായി നൽകിയത്. ഇയാളുടെ മകൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി ലഭ്യമാക്കിയതായി MLA. ഉത്സവാഘോഷത്തിനിടയിൽ സംഘർഷം. പ്രതികൾ പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശികളാണ് പിടിയിലായത്. ആദിനാട് ഖണ്ഡാകർണൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലായിരുന്നു സംഘർഷം. തൊഴിലാളി അനുകൂല നിലപാടുകൾ സ്വീകരിച്ച സർക്കാരാണ് LDF-ന്റേതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. റബ്ബർ മേഖല ലാഭത്തിലാക്കുന്നതിന് നൂതന സംവിധാനങ്ങൾ നടപ്പാക്കും. പത്തനാപുരം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ വിവിധ പരിപാടികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചാലിയക്കരയിൽ പന്നിയുടെ ആക്രമണത്തിൽ മരിച്ച ആളുടെ കുടുംബത്തിന് ആദ്യഘട്ട സഹായം നൽകി. 5 ലക്ഷം രൂപയാണ് ആദ്യഘട്ട സഹായമായി നൽകിയത്. പുനലൂർ ചാലിയക്കര സ്വദേശി രഘുനാഥ പിള്ളയാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഇയാളുടെ മകൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി ലഭ്യമാക്കിയതായി MLA അറിയിച്ചു. പുനലൂർ ചാലിയക്കര ഉപ്പുകുഴി മംഗലത്തിൽ പുത്തൻ വീട്ടിൽ 58-കാരനായ രഘുനാഥ പിള്ളയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കാട്ടുപന്നിയുടെ അക്രമത്തിൽ മരിച്ചത്. ഇയാളുടെ കുടുംബത്തിനാണ് ആദ്യഘട്ട ധനസഹായമായി 5 ലക്ഷം രൂപ PS സുബാൽ MLA കൈമാറിയത്. ഇയാളുടെ മകൾക്ക് വനംവകുപ്പിന്റെ ചാലിയക്കരയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കോ ഷോപ്പ് വനദീപ്തിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ലഭ്യമാക്കിയതായും MLA കുടുംബത്തെ അറിയിച്ചു. ശ്രീ രഘുനാഥൻ പിള്ളയുടെ വേർപാട് നമുക്കെല്ലാവർക്കും വളരെ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് നിരാലംബമായ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ കടമയും ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയങ്ങൾ കൊണ്ടുവരികയും ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് അടിയന്തരമായി സഹായിക്കുവാനായി സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ടുള്ള 5 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇവിടെ വെച്ച് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഏൽപ്പിക്കുക. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള പണം കൂടി കുടുംബത്തിന് കൈമാറുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. വളരെ പെട്ടെന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാടിനെ തുടർന്ന് നിരാലംബമായ കുടുംബത്തിന് സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നതിനുള്ള നടപടി കൂടി ഉണ്ടാകണമെന്ന് വനമന്ത്രിയോട് അഭ്യർത്ഥന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി CCF-മായി DFO-യുമായി ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വനദീപ്തിയിൽ പട്ടുപറ വനദീപ്തിയിൽ ശ്രീ രഘുനാഥൻ പിള്ളയുടെ മകൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ജോലി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. RDO സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ ലൈലജ, സുനിൽ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുമ്പോഴാണ് രഘുനാഥ പിള്ള പന്നിയുടെ ആക്രമണത്തിന് ഇരയായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം കടക്കലിൽ SFI നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടക്കൽ ഏരിയ വൈസ് പ്രസിഡന്റ് കോട്ടക്കൽ തമ്പുരാൻമുക്ക് സ്വദേശി അഭിനന്ദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 21 വയസ്സായിരുന്നു. കടക്കൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ഉത്സവാഘോഷത്തിനിടയിൽ സംഘർഷം. പ്രതികൾ പിടിയിൽ. കരുനാഗപ്പള്ളി ആലംകട സ്വദേശി റെജിൽ, മരുതൂർകുളങ്ങര സൗത്ത് സ്വദേശി അൻസൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ആദിനാട് ഖണ്ഡകർണകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ നടന്ന സംഘർഷത്തിൽ പ്രതികൾ കരുനാഗപ്പള്ളി സ്വദേശിയായ അനന്തനെ കമ്പി വടികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി ആലങ്കടവ് കിഴവൂർ വീട്ടിൽ റെജിൽ, മരുതൂർകുളങ്ങര സൗത്ത് കുളക്കട കിഴക്കതിൽ അൻസൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ആദിനാട് ഖണ്ഡകർണൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ നടന്ന സംഘർഷത്തിൽ കരുനാഗപ്പള്ളി സ്വദേശിയായ അനന്തനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച അനന്തന്റെ സുഹൃത്തിനെയും പ്രതികൾ തലക്കടിച്ചും മറ്റും പരിക്കേൽപ്പിച്ചു.
ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരും ചികിത്സയിലാണ്. പരിക്കേറ്റ അനന്തന്റെ മൊഴിയിൽ കരുനാഗപ്പള്ളി പോലീസ് വധശ്രമത്തിന് കേസെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മറ്റു പ്രതിക്കായി അന്വേഷണം തുടരുകയാണെന്നും വരും ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു. കരുനാഗപ്പള്ളി SCP ജോണിന്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി SHO അനൂപിന്റെ നേതൃത്വത്തിൽ SAമാരായ ജയേഷ്, ആഷിഖ്, ASI സനീഷ് കുമാരി, SCPOമാരായ ഹാഷിം, മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ തൊഴിലാളി അനുകൂല നിലപാടുകൾ സ്വീകരിച്ച സർക്കാരാണ് LDF സർക്കാരെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. റബ്ബർ മേഖല ലാഭത്തിലാക്കുന്നതിന് നൂതന സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ മേഖല ലാഭത്തിലാക്കുന്ന സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ തൊഴിലാളി അനുകൂല നിലപാടുകൾ സ്വീകരിച്ച സർക്കാരാണ് LDF സർക്കാരെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞിട്ടുണ്ട്, സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. അതിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെൻറ് രാഷ്ട്രീയം നോക്കിയല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വേദിയിൽ CR നജീവണ്ണൻ അടക്കമുള്ള ആൾക്കാരുണ്ട്. ഇത് സ്ഥിരപ്പെടുത്തുന്ന വിഷയം വന്നപ്പോൾ തന്നെ ആദ്യമേ ഞാനും ആ യോഗത്തിൽ പങ്കെടുത്താണ്. പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിത് പരസ്യമായി പബ്ലിഷ് ചെയ്യുക. ആർക്കെങ്കിലും ലിസ്റ്റിൽ അപാകത ഉണ്ടെന്ന് തോന്നിയാൽ അത് ഉന്നയിക്കാം. അത് ഉന്നയിക്കുന്നതനുസരിച്ച് അത് പരിഹരിച്ചതിന് ശേഷം മതിയെന്ന് തീരുമാനിച്ചുകൊണ്ട് ആദ്യം തന്നെ കാർഡ് വിതരണം ചെയ്യുമ്പോൾ അത് നീതിപൂർവമായിരിക്കണം എന്ന് വളരെ നിർബന്ധപൂർവ്വം സർക്കാർ തീരുമാനിച്ചത് കൊണ്ടാണ്, മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും കൃത്യമായി കാർഡ് കിട്ടുകയും പരാതി ഇന്നിപ്പോൾ ഈ കാർഡ് വിതരണം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയില്ല, ആ മാത്രം വെളിയിലായിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ഇതുകൂടാതെ ലാബിൽ ജോലി ചെയ്യുന്ന 5 പേരെ സ്ഥിരപ്പെടുത്തി, അല്ലേ? ലാബിൽ ജോലി ചെയ്യുന്ന 5 പേരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ അങ്ങനെ തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളികളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ്. വളരെയധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു മേഖലയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ സ്ഥാപനത്തെ പിടിച്ചു നിർത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. സ്പെഷ്യൽ കാറ്റഗറി നിയമനം ലഭിച്ച തൊഴിലാളികൾക്ക് നിയമന ഉത്തരവും, കാഷ്വൽ തൊഴിലാളികൾക്ക് സ്ഥിര നിയമന ഉത്തരവ് നൽകലും, ആശ്രിത തൊഴിലാളികൾക്ക് കാഷ്വൽ കാർഡ് വിതരണം, ടാപ്പിംഗ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ മന്ത്രി നിർവഹിച്ചു. ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ K ശിവശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് S വേണുഗോപാൽ, J സജീവ്, R രഞ്ജിത് രാജ്, G ജോൺസൺ, PM ജോയ്, CA പ്രസാദ്, M ജിയാസുദ്ദീൻ, CR നജീബ്, S ഷാജി, S സതീഷ്, റിയാസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വർഷങ്ങളായി കാട് കയറി കിടന്ന കല്ലടയാറിന്റെ തീരത്തെ ടൂറിസം പാർക്കിന് ശാപമോക്ഷം. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് പിൻവശത്തായി നിർമ്മിച്ച പാർക്കിലെ കാടുകളും മാലിന്യങ്ങളും പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപ കേന്ദ്രമായും മാറിയിരുന്ന പ്രദേശം വൃത്തിയാക്കിയതോടെ പാർക്ക് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി. ടൂറിസം വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച പാർക്ക് പണികൾ പാതിവഴിയിൽ നിലച്ചതോടെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു. നടപ്പാതകളിലേക്ക് കാട് കയറുകയും ഇരിപ്പിടങ്ങൾ നശിക്കുകയും ചെയ്തതോടെ ഇടജന്തുക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമായി. എന്നാൽ നഗരസഭയുടെ പുതിയ ഇടപെടലിലൂടെ പ്രദേശം വൃത്തിയാക്കിയത് സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ആശ്വാസമാവുകയാണ്. പുനലൂരിന്റെ അടയാളമായ തൂക്കുപാലത്തിന്റെ ദൂരക്കാഴ്ചയും കല്ലടയാറിന്റെ മനോഹാരിതയും ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഇടമില്ലെന്ന പരാതിക്ക് പരിഹാരമായാണ് പാർക്ക് വിഭാവനം ചെയ്തത്. PS സുബാലമല്ലയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ നടന്നിരുന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. നിലവിൽ നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതോടെ ബാക്കിയുള്ള അനുബന്ധ ജോലികൾ കൂടി വേഗത്തിലാക്കി പാർക്ക് ഔദ്യോഗികമായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിലാണ് നഗരവാസികൾ. അടിയന്തരമായി പാർക്കിന്റെ ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പാർക്ക് തുറന്നു നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 4.5 വർഷമായി ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. പുനലൂർ പ്ലാച്ചേരി സ്വദേശി സുധീർ മുഹമ്മദ് ഹനീഫയുടെ ചികിത്സയ്ക്കായാണ് സഹായ സമിതി രൂപീകരിച്ചത്. സുധീറിന്റെ ചികിത്സയ്ക്കായുള്ള തുക കണ്ടെത്താൻ എല്ലാവരുടെയും സഹകരണം ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. പുനലൂർ പ്ലാച്ചേരി താഴെപ്പാലോട് കലയനാട് ഹയാത്ത് മൻസിലിൽ സുധീർ മുഹമ്മദ് ഹനീഫയാണ് കഴിഞ്ഞ 4.5 വർഷമായി പൂർണ്ണമായും കിടപ്പ് രോഗിയായി കഴിയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് കുളിമുറിയിൽ വീണുണ്ടായ അപകടത്തെ തുടർന്ന് ഇദ്ദേഹം ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു.
വിവിധ ആശുപത്രികളിലായി ദീർഘകാലമായി ചികിത്സ നടത്തി വരികയാണ്. നിലവിൽ ദൈനംദിന ജീവിത ചെലവുകൾക്ക് പോലും ഇവരുടെ കുടുംബം ഏറെ ബുദ്ധിമുട്ടുകയാണ്. സുധീറിന്റെ ഭാര്യ സുനിതയുടെ നേതൃത്വത്തിൽ ചികിത്സ തുടരാനുള്ള ശ്രമമാണ് കുടുംബം നടത്തുന്നത്. സുധീറിന്റെ ചികിത്സയ്ക്കായി ധനസഹായ ഫണ്ട് സമാഹരിക്കാൻ സുധീർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പിതാവ് മുഹമ്മദ് ഹനീഫ, കൗൺസിലർ ഷൈൻ, പൊതുപ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ AK നവാസ്, അനസ് കാരിറ, റഹീം കാരിറ എന്നിവരുടെ നേതൃത്വത്തിൽ സുധീർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പുനലൂരിൻ്റെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മാധ്യമരംഗങ്ങൾ ചെയ്യുന്ന നല്ല ഈ മാധ്യമരംഗത്തിനപ്പുറം മനുഷ്യത്വപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ. അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നതിനുമാണ് ഞങ്ങളിന്ന് ഈ പത്രസമ്മേളനം കൂട്ടിയത്. വളരെ നല്ല രീതിയിൽ പുനലൂർ ടൗണുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ഡ്രൈവർ ജോലി ചെയ്ത് സ്വന്തം കുടുംബം കൂട്ടുകയും ബാപ്പായും വൈഫിനെയും ഒക്കെ നോക്കി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു യുവാവ്, 48 വയസ്സുള്ള കലനേട് സ്വദേശിയായ സുധീർ, അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ അസുഖം മൂലം കഴിഞ്ഞ 4 വർഷമായി കിടക്കയിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം വളരെ മോശപ്പെട്ടതാണ്. 2 സെന്റ് ഭൂമിക്കകത്ത് ഒരു ചെറിയ വീട്, ഒരു മുറിയും അടുക്കള എന്നൊന്നും പറയാനില്ലെങ്കിൽ പോലും അത് വളരെ സന്തോഷപരമായ രീതിയിലാണ് മുമ്പോട്ട് ജീവിതം പോയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ അദ്ദേഹം വയ്യാതെ വീണിട്ട് ഏതാണ്ട് 4 വർഷം കഴിഞ്ഞു, 4 വർഷത്തോളം ആകും. അപ്പോൾ അദ്ദേഹത്തിനൊരു കൈത്താങ്ങാവാനും സുമനസ്സുകളുടെ സഹായം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് കുറച്ച് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ട്. ധനശേഖരണത്തിന് തുടക്കം കുറിച്ച് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സുധീറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ സഹായമായി നൽകി. നമുക്കെല്ലാം ഏറെക്കാലം പരിചയമുണ്ടായിരുന്ന, നമ്മളോടൊപ്പമൊക്കെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സുധീർ, കലേനാടാണ് സുധീറിൻ്റെ വീടെങ്കിലും നമ്മുടെ ടൗണിലെ സജീവ സാന്നിധ്യമായിരുന്നു, ഡ്രൈവറായിരുന്നു. സുധീർ കഴിഞ്ഞ 4 വർഷക്കാലമായി ഒരു സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് പൂർണ്ണമായി ശരീരം തളർന്ന് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് പണം ചെലവാക്കി ചികിത്സിച്ചെങ്കിലും ഇതുവരെ സുധീറിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടിപ്പോൾ സുധീറിനോട് അടുപ്പമുള്ള ആളുകളെല്ലാവരും കൂടി ചേർന്ന് ഒരു വിദഗ്ധ ചികിത്സ സുധീറിന് ലഭ്യമാക്കി 46 വയസ്സ് മാത്രം പ്രായമുള്ള സുധീറിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസാന പരിശ്രമം നടത്തുകയാണ്. നമ്മളെല്ലാവരും ആ കാര്യത്തിൽ പങ്കുചേരണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ തുടർ ചികിത്സയ്ക്കും ജീവിത ചെലവുകൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം കുടുംബത്തിന് ലഭ്യമല്ല. ഇതിനാൽ സുമനസ്സുകളുടെ കരുണയും സഹായവും അഭ്യർത്ഥിക്കുന്നതായി സുധീർ ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. സുധീർ മുഹമ്മദ് ഹനീഫയെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ പിതാവിന്റെയോ വാർഡ് കൗൺസിലറുടെയോ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വേനൽ ചൂട് ശക്തമായതോടെ കൊല്ലത്ത് തീപിടുത്തം പതിവാകുന്നു. പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തെ കുറ്റിക്കാടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കൊല്ലം പോലീസ് ക്വാർട്ടേഴ്സിനും ഹോക്കി സ്റ്റേഡിയത്തിനും സമീപത്തെ കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. പോലീസ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ പല ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസിന്റെ സമയോചിതമായ ഇടപെടലുമുണ്ടായി. കടപ്പാക്കടയിൽ നിന്നുമെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ധർണ നടത്തിയത്. റിട്ടയേർഡ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരളയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സുപ്രീം കോടതി അനുവദിച്ച ഗ്രാറ്റുവിറ്റിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും കഴിഞ്ഞ 4 വർഷമായി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു ധർണ. ഇന്ദിരാ പനയം സമരം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ നിരാഹാര സമരം ചെയ്യുകയാണ്. 2025 ഡിസംബർ 29-ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തുകയും അവിടുത്തെ ലഭിച്ചില്ല. കൂടാതെ 16/1/2026 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുകയും
മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം കൊടുത്തു. അതിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ എല്ലാ ജില്ലകളിലും ധർണ നടത്തിയിരുന്നു. ജനുവരി 16-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തുകയും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകുകയും ചെയ്തു. എന്നിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ജില്ലാ ഭാരവാഹികളായ രത്നമ്മ, കുണ്ടറ, സുധാമ്മ, രാഗിണി, രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീണ്ടകരയിൽ വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ബോട്ട് ബിൽഡിംഗ്, യാർഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾ സനാതരാണെന്ന് ബോധ്യപ്പെട്ട 10 വർഷമാണ് കടന്നുപോകുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ താമസിക്കാൻ ആളില്ലെന്നും ഫ്ളാറ്റ് വേണോ എന്ന് ചോദിച്ചിട്ടും ആളെ ലഭിക്കാത്തത്ര ഫ്ളാറ്റുകളാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഫ്ളാറ്റുകൾക്ക് ആളുകൾ ആവശ്യത്തിനുള്ളത്. അവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഫ്ളാറ്റുകൾ പൂർത്തിയാകുന്നതോടെ അതും പരിഹരിക്കപ്പെടും. നീണ്ടകര വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണം, ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ശക്തികുളങ്ങരയിലെ ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുനർഗേഹം 50 മീറ്ററുള്ളിലുള്ള മത്സ്യത്തൊഴിലാളികളെ മാറ്റി താമസിക്കുന്ന പ്രക്രിയയിലും 3600ഓളം വീടുകൾ, ഫ്ളാറ്റുകൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. 2016 ഗവൺമെന്റ് വരുമ്പോൾ കണ്ട ഒരു പ്രശ്നം, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഭവനം നഷ്ടപ്പെട്ട് സർക്കാർ കെട്ടിടങ്ങളിൽ അന്തി ഉറങ്ങിയെങ്കിൽ ഈ നീണ്ടകര ഹാർബറിൽ നിന്ന് ഞാൻ പറയുന്നു, ഈ 10 വർഷം പിന്നിടുമ്പോൾ ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ നേട്ടം, ഒരു മത്സ്യത്തൊഴിലാളിയും വഴിയാധാരമല്ല, അവർ സനാഥരാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ഞാൻ നടത്തിയത്. ഇന്ന് നിർമ്മിച്ച ഫ്ളാറ്റിൽ താമസിക്കാൻ ആളില്ല. മണ്ണമ്പുറം ഫ്ളാറ്റിൽ 204 ഫ്ളാറ്റുകൾ കെട്ടിയിട്ട് 35 അപേക്ഷ വന്നു. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, എല്ലാ വീട്ടിലും കയറി ഫ്ളാറ്റ് വേണോ ചോദിക്കാൻ പറഞ്ഞു. എന്നാലും പറഞ്ഞു വേണ്ട. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആവശ്യക്കാരുടെ എണ്ണം ഇപ്പോ ലേശം കൂടി നിൽക്കുന്നത്. അവിടെ 400 ഫ്ളാറ്റുകൾ ഇപ്പോ അവിടെ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വലിയ തുറയിൽ കടകംപള്ളിയിൽ 225 ഫ്ളാറ്റുകൾ ഇപ്പോൾ പണി തുടങ്ങി. അതുകൂടെ പൂർത്തീകരിച്ച തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നം. ഇതാണ് കരുതലെന്ന് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് മാത്രമല്ല കരുതൽ, 47 നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രി എന്നതിൽ ഞാൻ പോയി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം. തങ്ങൾ അനാഥരല്ല, സനാഥരാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ട 10 വർഷമാണ് കഴിയുന്നത്. തീരപ്രദേശത്തെ സ്കൂളുകളുടെ വികസനം കണ്ട് താൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. പിന്നോക്കമായിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മുന്നോക്കക്കാരായി സർക്കാർ മാറ്റി. തീരദേശ മേഖലയിലെ ആശുപത്രികളും നവീകരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കരുതലാണ് സർക്കാർ ഈ കാലയളവിൽ നടത്തിയത്. നീണ്ടകരയിൽ ഉയരുന്ന വലനിർമ്മാണ കേന്ദ്രത്തിലൂടെ 150 പേർക്ക് തൊഴിൽ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. തീരദേശത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് 3 പ്രധാന പദ്ധതികളുടെ ഇവിടെ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, നമ്മുടെ മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വലകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക. അത് സർക്കാരിൻ്റെ തന്നെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. നിലവിൽ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ ഈ 3 സ്ഥലങ്ങളിൽ മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ 3 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിവർഷം 1250 ടൺ വലകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മത്സ്യമേഖലയുടെ ആവശ്യമനുസരിച്ച് നോക്കിയാൽ 4000 ടണ്ണോളം വലകൾ നമുക്ക് ആവശ്യമാണ്. ഈ വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടാണ് സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി നീണ്ടകര ഫിഷിംഗ് ഹാർബറോട് അനുബന്ധിച്ച് ഒരു വല നിർമ്മാണശാല ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള പണം അനുവദിക്കുകയും ചെയ്തു. സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഈ മത്സ്യബന്ധന മേഖലയെ അടുത്ത ഒരു തലമുറയിലേക്ക്, അടുത്ത ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം 4 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച ഒട്ടുമിക്ക പദ്ധതികളും പൂർത്തീകരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന്റെയും ഒരു സന്തോഷ മുഹൂർത്തത്തിൽ തന്നെയാണ്. കൗൺസിലർ ദീപു ഗംഗാധരൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി ഹെൻറി, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ G രാജദാസ്, സബീന സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യം ഉയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2.31 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. അധ്യയനം ആരംഭിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് നൽകിയപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്. കഴിഞ്ഞ 10 വർഷവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഏതറ്റം വരെയും പഠിപ്പിക്കാൻ തയ്യാറായ സർക്കാരാണ് ഇപ്പോഴുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ വിദേശത്ത് വിട്ടുപഠിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളമെന്നും നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരിയസേവ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കേരളത്തിൽ എന്നെ സമീപിച്ച MLA-മാർ അതിൽ 1-ാം നമ്പറാണ് സുജിത് വിജയൻപിള്ള എന്ന് അഭിമാനത്തോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കെട്ടിടം കിട്ടിയത്. MLA വീട്ടിൽ നിന്ന് ഉറങ്ങിയാലും ഈ കെട്ടിടം പറ്റത്തില്ല. 150 സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ പണിതു. 150 കോടിയുടെ കെട്ടിടങ്ങൾ 150 കോടിയുടെ കെട്ടിടങ്ങൾ കേരളത്തിൽ പണിഞ്ഞു വിശ്വസിച്ച് ഡിപ്പാർട്ട്മെന്റ്. അതിൽ 2.25 കോടി രൂപ ഇവിടെ മുടക്കിയത് ഒറ്റയാട കഴിവാണ്. അത് സജി ചെറിയാന്റെ അല്ല, ഗവൺമെന്റ് അല്ല. അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ച് അതിന്റെ പുറകെ നടന്ന് ഇതിവിടെ പണിയണം, ഇതിന് പണം അനുവദിക്കണം, ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇടപെട്ട നിങ്ങളുടെ MLA ആണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ടീച്ചറിനോട് എത്ര കുട്ടികളെ, എല്ലാം കൂടി 350-400 നല്ല മാറ്റമുണ്ട്, ഇതൊന്ന് പെയിന്റ് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് പെയിന്റ് അടിക്കണം, നല്ല വൃത്തിയുള്ള സ്കൂളാണ്, PTA സജീവമാകണം. നമ്മുടെ PTA എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പൊതുവിദ്യാഭ്യാസം വലിയ തരത്തിൽ മാറിയിരിക്കുക. ഇപ്പൊ പാഠപുസ്തകം കൊടുക്കുന്നതാ പ്രശ്നം, കൊടുക്കാതെ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ 3 മാസം മുമ്പ് പാഠപുസ്തകം കിട്ടുക. നമ്മുടെ ശിവകുട്ടി എന്ന് പറയുന്ന മന്ത്രി, നിങ്ങളുടെ അപ്പൂപ്പൻ എത്ര സമർത്ഥനായ മന്ത്രിയാണെന്നറിയാവോ? അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ്, ഗവൺമെന്റുകളൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഇവിടെ പാഠപുസ്തകം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ അധ്യാപകരെല്ലാം കൂടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങളെ കൊണ്ടുതരും. ക്ലാസ്സൊക്കെ തുടങ്ങി 2-3 മാസം കഴിയുമ്പോൾ. ഇപ്പൊ 3 മാസം മുമ്പ് പാഠപുസ്തകം തന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായി നമുക്ക് സർക്കാർ ഫണ്ടുകൾ നല്ല രീതിയിൽ ലഭിച്ചു. ഇവിടെ എല്ലാം പ്രതിസന്ധിയായി വരുന്നത് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണമാണ്. നമ്മൾ 2021 അന്ന് സ്കൂളിൻ്റെ പ്രപ്പോസലായിട്ട് പോകുമ്പം ഇവിടെ 300-ൽ താഴെ കുട്ടികളേ ഉള്ളൂ. ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണ്, പക്ഷേ അത്രയും കുട്ടികളേ ഉള്ളൂ. അധ്യാപകർ പലരും ഇവിടെ ട്രാൻസ്ഫറായി കിട്ടുമ്പോൾ ഈ പഞ്ചായത്തിലുള്ളവർ ഇവിടെ കയറാൻ തയ്യാറാവുന്നില്ല, ഭൗതിക സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇവിടെ ഹൈടെക് ക്ലാസ് റൂമുകളടക്കം സംവിധാനങ്ങൾ ഒരുക്കി. പക്ഷേ ഞാൻ MLA ആയതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ ഇവിടുത്തെ അന്നത്തെ PTയും അധ്യാപകരും എല്ലാം വിളിച്ചു വരുത്തി ഇവിടുത്തെ അസൗകര്യങ്ങളെല്ലാം കാണിക്കുകയും അതിന് പരിഹാരമുണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളിത് സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തടസ്സങ്ങൾ പലതും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ CRSന്റെ മേഖലയായതിനാൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് CRSന്റെ പെർമിഷൻ വേണം. ഓരോ കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിന് ഒരുപാട് കാലതാമസങ്ങളുണ്ടാകും. ഈ കാലതാമസങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. നിരവധി തവണ CRSന്റെ ഓഫീസിൽ നേരിട്ട് തന്നെ പോകേണ്ടി വന്നു. ഓരോ കമ്മിറ്റികളിലും ശുപാർശ ചെയ്യേണ്ടി വന്നു. കോവിഡിൻ്റെ സമയമായതിനാൽ ഒരുപാട് നാൾ CRS കമ്മിറ്റി തന്നെ കൂടാതിരുന്നതിനാൽ ഒരുപാട് താമസങ്ങളുണ്ടായി. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിജ അനിൽ, IREL ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഭക്തദർശൻ, പ്രിൻസിപ്പൽ S ശംനാഥ്, PTA പ്രസിഡന്റ് S സുമേഷ്, അരയ സേവാ സമിതി പ്രസിഡന്റ് U രാജു, പ്രഥമാധ്യാപിക OA രഞ്ജിനി, വേദവ്യാസൻ, ശ്രുതി ഉഷാർ, ദീപു ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ ചാലിയക്കരയിൽ പന്നിയുടെ ആക്രമണത്തിൽ മരിച്ച രഘുനാഥൻ പിള്ളയുടെ കുടുംബത്തിന് ആദ്യഘട്ട സഹായം കൈമാറി. 5 ലക്ഷം രൂപയാണ് ആദ്യഘട്ട സഹായമായി നൽകിയത്. ഇയാളുടെ മകൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി ലഭ്യമാക്കിയതായി MLA. ഉത്സവാഘോഷത്തിനിടയിൽ സംഘർഷം, പ്രതികൾ പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശികളാണ് പിടിയിലായത്. ആദിനാട് ഖണ്ഡാകർണൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലായിരുന്നു സംഘർഷം. തൊഴിലാളി അനുകൂല നിലപാടുകൾ സ്വീകരിച്ച സർക്കാരാണ് LDF-ന്റേതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. റബ്ബർ മേഖല ലാഭത്തിലാക്കുന്നതിന് നൂതന സംവിധാനങ്ങൾ നടപ്പാക്കും. പത്തനാപുരം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ വിവിധ പരിപാടികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.